എന്തുവാ ഗായ്സ്. അപ്പൊ നമ്മുടെ കമ്മീഷൻ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്ത് പോകാൻ പോവാണ്. അപ്പൊ നമ്മളിന്ന് എന്തോ കഴിക്കാൻ പോകുന്നത്, ബിഫോർ ഇവിടെ എത്തണം. നമ്മൾ ഇരുട്ടത്ത് കോളേജിന്റെ പരിസരത്തോടെ പോവാണ്. ഞങ്ങൾ ബ്ലാക്ക് ആണ് നിന്നിട്ടിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണം ഇരുട്ടത്ത് കാണാണ്ടിരിക്കും. വന്നു കഴിഞ്ഞപ്പോ 4 പേര് ബ്ലാക്ക് ആയി. അപ്പൊ ബാക്കിയുള്ളവരും കൂടെ ഇരുട്ടത്ത് വ്ളോഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്? ഇത് വെറൈറ്റി വ്ളോഗ്, ഇതിൽ തന്നെ ഞാൻ ക്ലിക്ക് ആവും. കമ്മീഷൻ എന്ന് പറയുന്ന ബി.എഡിന്റെ ഏറ്റവും വലിയ എന്താ പറയാ, ഞങ്ങൾ കഴിഞ്ഞു. ഓക്കെ, എല്ലാവരോടും ഞാൻ മെയിനായിട്ട് ചോദിക്കുന്നത് കമ്മീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് നമുക്ക് ആരോട് ചോദിക്കണം? എല്ലാവരും സ്റ്റാൻഡിംഗ് അപ്പ് ഹിയർ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചില്ലറ കളിയല്ല. അതായത് ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. ഇതിന്റെ ബിഗ് ബോസിന്റെ പരസ്യം. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേടി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനൊരു ഓവർ ടാലന്റഡ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് വളരെ ഈസി ആയിരുന്നു എല്ലാ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മള് ബി.എഡിൽ എന്തൊക്കെയാ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ബി.എഡിന്റെ ഏറ്റവും വലിയ ക്രൂഷ്യൽ ഒരു എന്റെ മൊത്തം കരിയൊന്നും ബി.എഡിന്റെ ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അതിന് ഒരുപാട് വർക്കുകളൊക്കെ ഡൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെ, 3 സെമ്മിലുള്ള വർക്കുകളാണ് നമ്മൾ ആ സമയത്ത് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ കൂടെ ഉണ്ടാവും. വൈവി ഉണ്ടാവും. അപ്പൊ ഈ ഒരു കടമ്പ എന്ന് പറയുന്നതാണ് ഒരു ബി.എഡിലെ സ്റ്റുഡൻസ് നേരിടുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. പക്ഷെ എന്റെ നല്ല എല്ലാവരുടെയും നിഗമനത്തിലല്ലേ, എല്ലാവരുടെയും നിഗമനത്തില് ഇല്ല, എല്ലാവരും ഞാൻ എന്റെ നിഗമനം പറഞ്ഞോട്ടെ. അപ്പൊ എന്റെ ഒരു നിഗമനത്തില് നമ്മൾ ഈ 3 സെമ്മ് പഠിക്കുന്ന കാര്യം നമുക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ, പിന്നെ പോലെ ചെയ്യാത്ത സാധനം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇതൊരു നല്ലൊരു ദിവസമായിട്ട് മാറ്റാം. പിന്നെ വരുന്നവരെ അനുസരിച്ചിരിക്കും അല്ലെ, ടീച്ചേഴ്സിനെ അനുസരിച്ചിരിക്കും. നമ്മളെ ജഡ്ജ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ അനുസരിച്ച് അത് വ്യത്യാസമായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ഇത് നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട്, ടീച്ചിങ് കോമ്പറ്റൻസി എത്ര ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇതാണ് ബി.എഡിന്റെ കമ്മീഷൻ. സോ ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഞങ്ങൾ കുറെ വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്, ഇത് കഴിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് തോന്നി. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ബി.എഡിനെ കുറിച്ച്? എന്നിട്ടോ കുത്തോളം എടുക്കും. അതെ, അല്ല, എല്ലാവരുടെയും ഒരു പൊതുവായ ധാരണയാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ളൊരു ജോബാണ്. കാരണം 9 to 5 hours ഉള്ളൂ. അത് മാത്രമല്ല അവിടെയും വെറുതെ സംസാരിച്ചാൽ മതി എന്നൊക്കെ. പക്ഷേ അത്രയൊന്നുമില്ല. അല്ല, അത് ബി.എഡിന് മാത്രമേ കഷ്ടപ്പെടുള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്ര കഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ അടുത്തോളം വെറുതെ ഇരിക്കാൻ പോകണില്ല. അപ്പൊ നമുക്ക് കഷ്ടപ്പാടില്ല. അതാണ് സത്യം പറഞ്ഞത്. 2 അധ്യാപകർ, അച്ഛനും അമ്മയും അധ്യാപകരായ ആൾക്കാരാണ് ഈ ബി.എഡ് ജോലി കിട്ടി കഴിഞ്ഞിട്ട് എളുപ്പം എന്ന് പറയുന്നത്. ജോലി കിട്ടി കഴിഞ്ഞാൽ എളുപ്പമാണെന്നല്ലേ പറഞ്ഞത്. ഇത്രയും കഷ്ടപ്പാടില്ല, ബി.എഡിന്റെ അത്രയും കഷ്ടപ്പാടില്ല. ഇല്ല. കാരണം ബി.എഡിനെ കൂടുതൽ സത്യം ഇപ്പൊ ക്വാളിഫിക്കേഷൻ ഒക്കെ കൂടിക്കൊണ്ട് അതുപോലെ കോമ്പറ്റീറ്റേഴ്സ് ഏറ്റവും കൂടുതൽ കൂടി വരുന്ന ഒരു മേഖലയാണ് ബി.എഡ് എന്ന് പറയുന്നത്. ഇതൊരു ഇരുട്ട് ബ്ലോഗ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു, കമ്മീഷൻ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇത് ഇത്ര വലിയ കാര്യമാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്ര വലിയ കാര്യമാണ് അല്ലേ? ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. സോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഫുഡ് കഴിക്കാൻ അതൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ എങ്ങോട്ടാ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് അറിയില്ല, ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ രാത്രി ഈ കവാടം ഞങ്ങൾ അധികം നാൾ കണ്ടിട്ടില്ല. ചോപ്പ് ലൈറ്റ് കണ്ട് വ്ളോഗ് ഉണ്ടാക്കാൻ സ്ഥലം തപ്പിപ്പോയിട്ട് പോലീസ് പിടിച്ചകത്തിട്ടു. സിറ്റിൽ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നാണ്. സ്നേഹ ഫുഡ് ഓർഡർ ചെയ്യുന്നത് എണ്ണ എടുക്കുന്നതാണ്. അങ്ങനല്ല, സ്നേഹം എങ്ങനെ എണ്ണ എടുത്ത് തരുമോ? നല്ല അഷ്റഫ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച അഷ്റഫിനെ മാത്രമേ സ്പൈസസ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എപ്പോഴെങ്കിലും എന്റെ അടുത്ത ചേട്ടൻ്റെ കാര്യം കൂടെ കുറച്ച് റൈസ് നമ്മുടെ സ്വന്തം കടയാണ്. അതല്ല
അഷ്റഫ് ഞാൻ കഴിച്ചിട്ടില്ല. അഷ്റഫിന് ഞാൻ 2ാം ക്ലാസ്സിൽ സ്പൈസസ് കഫ്തേരിയ നിങ്ങൾ കഴിക്കണം. ഇവിടുത്തെ സ്പെഷ്യൽ സാധനമല്ല നമ്മൾ കഴിക്കാൻ പോകുന്നത്. സ്പൈസസിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം. അതിന്റെ പേര് സ്പെഷ്യൽ ആയിട്ടുള്ള ഇവരുടെ മസാല കൂട്ടാൻ തനതായ മസാല സത്യം. നമ്മളിവിടെ കഴിക്കാൻ പോകുന്നത് അഷ്റഫ് എന്ന് പറയുന്ന ഇവരുടെ തന്നെ സ്പൈസസ് കഫ്തേരിയയിൽ തന്നെ സ്പെഷ്യൽ ഫുഡുകൾ വെച്ചുണ്ടാക്കിയിട്ടുള്ള അതിന്റെ പേപ്പർ ഓപ്പോസിറ്റ് ഇരുന്ന് 4 തുളച്ച് ഹെൽത്തി ഹൈജീൻ പർപ്പസ്. അതായത് എന്തൊരു ഫാമിലി ഇതുണ്ട്, ഫാമിലി പ്രേക്ഷകരൊക്കെ ഉള്ള ഇതാണ്. നമ്മൾ ഏറ്റവും വലിയ സെക്ഷനിലാണ് ബില്ല് വളരെ ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾ എങ്ങാനും സ്പൈസസിൽ വരുവാണെങ്കിൽ കഴിച്ചിട്ട് ടേസ്റ്റ് വൈസ് കഴിച്ചിട്ട് പോകണം. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. കാരണം ജ്യൂസിയാണ്. അതുപോലെ തന്നെ ചിക്കൻ നല്ലതാണ്. എനിക്ക് ചെസ്റ്റ് പീസ് കിട്ടി. അത് അറിയത്തില്ല. അതെന്താ പെരുപ്പിൽ എങ്ങനെയുണ്ട്? ഞാൻ അപ്പുറത്ത് പോയിരുന്നത് ക്യാമറ കൊള്ളില്ല, പക്ഷെ നല്ല രസമുണ്ട് ഈ ലൈറ്റിങ്ങില്. ലൈറ്റ് പോയി. ഞങ്ങളുടെ കാലടി പാചകം നോക്ക്, ഇരുട്ടായി. ഇത്തരം പൂക്കിത്തരങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കാറില്ല. എയറിലൊക്കെ വന്ന് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്, എ ലോങ് ഈറ്റിംഗ് പെർ പ്രോസസ്, നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഈ ഗൈസൊക്കെ നമുക്ക് തന്നെ ഒരു വേർഡ് കണ്ടുപിടിക്കണം. അതായിരിക്കില്ലേ ഒരു ഗൂയിസ് വേണ്ട, ഗൂയിസൊക്കെ വരുമ്പോ എടുക്കാം, നമുക്ക് അവിടെ ഇരിക്കാം. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സ്പെഷ്യൽ അഷ്റഫ് മന്തി കഴിച്ച്, അതെങ്ങനെ ഓരോ റോഡ് കണ്ണുകളുണ്ട്. അഷ്റഫ് മന്തി കഴിച്ച് സ്പെഷ്യാലിറ്റി ആണ് കഴിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ തന്നെ സാധനങ്ങൾ എപ്പോഴും കഴിക്കുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് മന്തിക്കട കയറിയാലും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് സാധാരണ എപ്പോഴും. സോ അപ്പൊ നമ്മൾ അഷ്റഫ് മന്തി കഴിച്ചു. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള സാധനം. സ്പൈസസിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ് വൺസ് അല്ലേ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. ടേസ്റ്റ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 2-3 പേരും കൂടെ വരാനുണ്ട്. പൂക്കി സൈനിക ഹായ്. These moon people. പഞ്ചാബി ഹൗസോ? പഞ്ചാബി ഹൗസിൽ അവര് വരുന്ന പോലെ ബൈ പറ. ബൈ കൃഷ്ണ.